ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? എനിക്കിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പം ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പയർ മെഴുക്കുവരട്ടിയാണ് കേട്ടോ. ഞാൻ ഇന്ന് ഉറക്കത്തിൽ നിന്ന് എണീച്ച് വരാൻ ഒരുപാട് വൈകിപ്പോയി. ഇന്ന് എല്ലാവർക്കും ഇവിടെ ലീവാണ്. അതുകൊണ്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് മിസ്സായിപ്പോയി. ഞാൻ എണീച്ച് വന്നപ്പോഴത്തേക്കും ചാച്ച ഇതുപോലെ പയറിരുന്ന് അരിഞ്ഞ് നന്നാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഉണ്ടാക്കി തരാമെന്ന്. അപ്പോൾ ഞാനൊരു പാനെടുത്ത് നേരെ ഗ്യാസിൽ വെച്ചു. അതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണയല്ല കേട്ടോ ഞാൻ ഒഴിച്ചത്, സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചത്. അത് ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്തു. അതിനകത്തേക്ക് കുറച്ച് കടുക് അരി ഇട്ടു, പിന്നെ സവാള ഇട്ടു. അതിന് ശേഷമാണ് കറിവേപ്പില ഇട്ടത്. സവാള ഇട്ടതിന് ശേഷം ഈ കറിവേപ്പില ഇട്ടത് എന്തിനാണെന്ന് വെച്ചാൽ കറിവേപ്പിലയുടെ കളറൊന്ന് ചേഞ്ച് ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണേ. അതിനകത്തേക്ക് കുറച്ച് മുളക് പൊടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കുക. ഇന്ന് ചാച്ചനുണ്ട് കേട്ടോ വീട്ടിൽ. ഇതിലേക്ക് ലേശം മഞ്ഞൾപ്പൊടി കൊണ്ട് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിൻ്റെ പച്ചമണം മാറിക്കഴിഞ്ഞാൽ ഇതുപോലെ ഞാൻ നീളത്തിലാണ് പച്ചപ്പയർ നന്നാക്കി വെച്ചിരിക്കുന്നത്, അതും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. മസാല ഈ പയറിലേക്ക് കൊണ്ട് മിക്സ് ആവണം. അതുവരെ നന്നായിട്ട് ഞാനൊന്ന് ഇളക്കി കൊടുത്തുട്ടോ. പിന്നെ ലേശം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണേ. ഒരു പയർ ഒടിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം ഞാൻ ഇതുപോലെ ഒന്ന് എടുത്തിട്ട് ഒടിച്ചു കൊടുക്കുവാണേ. എപ്പോഴും ഇങ്ങനെ തന്നെയല്ലേ? നിങ്ങൾക്ക് ഇങ്ങനെ തന്നെയാണോ? അപ്പോൾ ഞാൻ ഇതുപോലെ നന്നായി കൊടുത്തിട്ടുണ്ടേ. തൊട്ടപ്പുറം ഒരു പാനിലേ ഞാൻ 2-3 മുട്ട ഒന്ന് പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട് കേട്ടോ, ഉപ്പിട്ടിട്ട്. ഐഷുവിന് പറഞ്ഞാൽ പുഴുങ്ങി കൊടുക്കാം. പിന്നെ 2 ഞങ്ങൾക്ക് ഒരു മസാല പോലെ എടുക്കണം. ഇന്ന് നോൺ വെജ് ഒന്നുമില്ല, ഈ തോരൻ മാത്രമേ ഉള്ളൂ ചോറിന്. അപ്പോൾ ഒരു ടേസ്റ്റ് വേണ്ടേ, അതിന് വേണ്ടിയിട്ടാണ് ഈ മുട്ട റോസ്റ്റ് ആക്കാമെന്ന് വിചാരിച്ചിട്ടോ. പിന്നെ നല്ല കിഡ്നി ബീൻസിൻ്റെ ഒരു കറി കൂടി ഉണ്ട് കേട്ടോ. അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടേ, കയറി കണ്ടാൽ മതി. നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. അതും കൂടി ഇച്ചിരി ഉണ്ട്, അതും കൂടി നമുക്ക് ചോറിന് കൂട്ടാം. അപ്പം ഇന്ന് അവധിയായിരുന്നുകൊണ്ട് എല്ലാവരും ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഐഷു അവിടെ ഇരുന്ന് കളിക്കുന്നുണ്ട്. അപ്പോൾ അവളെയാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നത്. ഞാൻ പുറത്തിറങ്ങി കഴിഞ്ഞാൽ അപ്പം തന്നെ എൻ്റെ കൂടെ ഇങ്ങനെ നടക്കും, വാലുപോലെ തന്നെ. ഇപ്പം അവൾ ഡോറ് തുറന്നിട്ട് പുറത്തോട്ട് പോകും. അതുകൊണ്ട് എനിക്ക് പേടിയാണ്, ഞാൻ എപ്പോഴും അവളെ നോക്കും. അപ്പോൾ പിന്നെ നമ്മുടെ പയർ മെഴുക്കുവരട്ടിയിലിട്ടുള്ള ആ മസാലയൊക്കെ ഒന്ന് പിടിച്ചിട്ടുണ്ടേ. ഇനി ഞാൻ കുറച്ച് വെള്ളം കൂടി അങ്ങ് ചേർത്ത് കൊടുക്കുവാണ് കേട്ടോ, ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. ചിരിക്കണോ വേണ്ടിയോ? എന്ത് മോനെ കൊടുത്തോ അമ്മയ്ക്കറിയോ? അമ്മയ്ക്ക് അപ്പോൾ കുറച്ച് നേരം ഐഷു എൻ്റെ കൂടെ ഒന്ന് കളിക്കുകയൊക്കെ ചെയ്തു കേട്ടോ. അവൾ ഡോറ് തുറന്ന് പുറത്തോട്ട് പോകണു. അപ്പം ഞാൻ അവളെ എടുത്തിട്ട് ഇതുപോലെ എടുത്ത് പയർ മെഴുക്കുവരട്ടി ഇതുപോലെ ഒരു മൂടി വെച്ച് വേവിച്ചു കേട്ടോ. അപ്പോൾ വെള്ളമൊക്കെ പറ്റി നല്ലതായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോഴത്തേക്കും ഞാൻ മുട്ടയിൽ മസാല ഉണ്ടാക്കുവാണേ. കുറച്ച് സവാളയും വെളുത്തുള്ളിയും 2-3 വേപ്പിലയുടെ അല്ലിയും കൂടി ഇട്ടിട്ട് ഒന്ന് ഓയിലൊന്ന് മൂപ്പിച്ചെടുത്തു. അതാണിത്. അതിലേക്ക് നമുക്ക് മുട്ട പുഴുങ്ങി വെച്ചത് ഒന്ന് അതിൻ്റെ തോടെല്ലാം കളഞ്ഞിട്ട് ഒന്ന് 2ആയിട്ട് കീറാം. എന്നിട്ട് അതൊന്ന് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഐഷു വീണ്ടും വന്ന് ഐഷുവിൻ്റെ മുട്ടയാണ് ഇരിക്കുന്നത്. നല്ല ചൂടുണ്ടായിരുന്നു. ഇതങ്ങ് പൊളിച്ചിട്ട് ഐഷുവിൻ്റെ കയ്യിലോട്ട് കൊടുത്ത് അവളതും കഴിച്ചോളൂ കേട്ടോ. ചിലപ്പോൾ കഴിക്കും, ചിലപ്പോൾ അവൾക്ക് വേണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഇതൊക്കെ ഒന്ന് ഇതാക്കി വെക്കുവാണേ. തൊലിയൊക്കെ പൊളിച്ചിട്ട് ഞാൻ ഇട്ട് മസാല ഒന്ന് ഇളക്കി കൊടുത്താൽ മതി, വേറെ ഒന്നുമില്ല, റെഡിയാണ്.
ഇങ്ങനെ എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഇപ്പോൾ ലഞ്ച് ബോക്സിലേക്കാണെങ്കിലും സാധാരണ നമുക്ക് ഉച്ചയ്ക്ക് പെട്ടെന്നൊരു തട്ടിക്കൂട്ട് ഉണ്ടാക്കണമെങ്കിലും ഇതുപോലെ മുട്ട റോസ്റ്റ് ആക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ, നല്ല സെറ്റാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ ഊണ് കഴിക്കാം. ചപ്പാത്തിയിലൂടെയും വേണമെങ്കിൽ കഴിക്കാം കേട്ടോ. ഇപ്പോൾ ഏകദേശം മെഴുക്കുവരട്ടിയും റെഡി ആയിട്ടുണ്ട്, നമ്മുടെ മുട്ട റോസ്റ്റും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഐശ്വര്യ പതിയെ വന്ന കേട്ടോ എൻ്റെ അടുത്തിട്ട് ഇതുപോലെ മുട്ട കഴിക്കാൻ വേണ്ടി വന്ന അവൾക്ക് ഞാൻ ചെറുതായിട്ടൊന്ന് മുറിച്ച് കൊടുത്തു. ഭയങ്കര ചൂടായിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യം തൊട്ടപ്പോൾ തന്നെ അവളുടെ കൈയൊന്ന് പൊള്ളി, അപ്പോൾ തന്നെ കൈ അങ്ങ് വലിച്ചു. പിന്നെ ഞാനൊന്ന് ഊതിയിട്ട് അവളുടെ കയ്യിലോട്ട് തന്നെ കൊടുത്തു. അവൾ തന്നെ കൈ പിടിച്ച് തന്നെ കുട്ടികൾ കഴിക്കാൻ വേണ്ടി നമ്മൾ പതുക്കെ അതിന് ഒരു ഇത് എക്സ്പീരിയൻസ് ആകാൻ വേണ്ടി നമ്മൾ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ അവരുടെ കയ്യിലോട്ട് തന്നെ കൊടുക്കണം. അല്ലെങ്കിൽ എന്നും ഇതുപോലെ തന്നെ കൊഞ്ചി നമ്മൾ വാരി കൊടുക്കേണ്ടി വരും. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇപ്പോഴേ ഒരു പ്രാക്ടീസ് കൊടുക്കാറുണ്ട്. എന്തെങ്കിലുമൊക്കെ സാധനം ഉണ്ടെങ്കിൽ അവളുടെ കയ്യിലോട്ട് തന്നെ അങ്ങ് കൊടുക്കും. അപ്പോൾ വേണമെങ്കിൽ അവളങ്ങ് കഴിക്കും. ചിലതൊക്കെ മതിയായി കഴിയുമ്പോൾ അങ്ങ് പീച്ചി നുറുക്കി കളഞ്ഞിട്ട് മുഖത്തൊക്കെ തേച്ച് വയ്ക്കും കേട്ടോ. അപ്പോൾ മെഴുക്കുവരട്ടി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും മറക്കാതെ ഒന്ന് ചെയ്ത് നോക്കണേ. എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയൊരു മെഴുക്കുവരട്ടിയാണ് കേട്ടോ. വളരെ സ്വാദിഷ്ടമാണ്, തേങ്ങയൊന്നും വേണ്ട. അപ്പോൾ ഓക്കെ.